എഫൾജൻസ് കോക്ക് സീക്രട്ട് സ്റ്റോറീസ് ജിയോ ഹോട്ട്സ്റ്റാറിലെ വെബ് സീരീസ് ആണ്. സീസൺ 1 6 എപ്പിസോഡ്സ്. റോസ്ലിൻ എന്നാണ് ഈ ഒരു സീസണിൻ്റെ പേര്. ഇറ്റ് മൈറ്റ് ബി ലോഡിങ്, കുറേ വരുമായിരിക്കും ഇനി സീക്രട്ട് സ്റ്റോറീസ് അങ്ങനെ പല സീസൺസ് ആയിട്ട്. സോ സുമേഷ് നന്ദകുമാറാണ് ഇതിൻ്റെ ഡയറക്ടർ ഫ്രം ജീതു ജോസഫ്സ്. ഇതിൽ ഷോ റണ്ണർ എന്ന് പറഞ്ഞ് ജീത്തുവിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, ലൈക്ക് പ്രസൻസ്. സോ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഈ ഒരു വെബ് സീരീസായിട്ട്. നമ്മുടെ വിനായക് ശശികുമാറാണ് ലിറിസിസ്റ്റായിട്ടുള്ള, കണ്ടംപററി ലിറിസിസ്റ്റിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ടോപ്പ് ക്വാളിറ്റി ലിറിസിസ്റ്റായിട്ടുള്ള വിനായക് ശശികുമാറാണ് ഇതിൻ്റെ സ്റ്റോറി, ഡയലോഗ്, സ്ക്രീൻ പ്ലേ ഗംഭീരമായിട്ട് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആൻഡ് ക്രിസ്ത്യൻ ഫാമിലി, അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഒരു മൂഡിലാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല, പക്ഷേ ഉള്ള ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങനെയാണ് വിനായക് അത് പോർട്രേ ചെയ്തിരിക്കുന്നത്. അവർക്ക് നല്ല ഡെപ്ത് ഉണ്ട്, ലേയേഴ്സ് ഉണ്ട്, പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. മത്സരിച്ച് പെർഫോം ചെയ്യാനുള്ള. അതിൽ സഞ്ജന ദീപു അറിയാലോ, മൂത്തോൻ കണ്ടവർക്ക് അറിയാം. അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ആൺകുട്ടി പെൺകുട്ടി രണ്ടും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ സഞ്ജന ദീപു കിട്ടലം പെർഫോമൻസ്, ഇൻറ്റൻസ് പെർഫോമൻസ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ വിനീത് കണ്ണൂർ. പക്ഷേ പുള്ളി അറിയാലോ, നമുക്ക് ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുക റീസെൻ്റ്ലി ഉള്ള ഒരുപാട് സിനിമകളിൽ. എക്കോലൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലത്തുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. ക്യാരക്ടറും ഭയങ്കര ഡീപ്പാണ്, ഭയങ്കര ലേയേഴ്സുള്ള സെറ്റിലായിട്ടുള്ള ക്യാരക്ടർ. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മീന ദൃശ്യത്തിൻ്റെ സെറ്റിൽ നിന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ദൃശ്യത്തിലെ മീന. പക്ഷേ ഇതിലെ മേക്കപ്പ് ഓവറായിട്ടില്ല, അത്ര പൊട്ടിയിട്ട് അത്ര ലിപ്സ്റ്റിക് ഇട്ട് ഓവറാക്കിയിട്ടില്ല. എന്നാലും ഉണ്ട്. റോണക് സേവ്യറാണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. മീനയുടെ ഇനി പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത് അറിയില്ല. അപ്പം എന്തായാലും പക്ഷേ ദ ആക്ട്രസ് മീനയ്ക്ക് പെർഫോം ചെയ്യാനുള്ള ഗംഭീര സാധനമുണ്ട്, ഗംഭീര സാധനം. അത് വെറും തട്ടിക്കൂട്ട് വീട്ടമ്മയായിട്ട് മാത്രമല്ല, ഗംഭീരമായിട്ട് ലെവൽ പെർഫോമൻസ്, ലെവൽ ക്യാരക്ടർ. അപ്പോൾ ഇവർ 3 പേരാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഹക്കീം ഷാ കിട്ടില്ല നടനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള നടനാണ്. പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് ത്രൂ ഔട്ടുള്ള ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനോട്, അദ്ദേഹത്തോട് തന്നെ പേഴ്സണലി. കാരണം ഇത്രയും നമ്മൾ ഒരു 6 എപ്പിസോഡ് ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. പിന്നെ TG രവി, അതുപോലെ തന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ സ്പിരിറ്റിലൊക്കെയുള്ള ശങ്കരാമകൃഷ്ണൻ. അപ്പോൾ പുള്ളി അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റിലൂടെ ഉണ്ട്. രഞ്ജി പണിക്കരുണ്ട്. പിന്നെ എല്ലാവരും പേര് പറയാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാസ്റ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്പോയിലറായി. അങ്ങനെയുള്ള കുറേ പേര്. അപ്പോൾ ഇത് 6 എപ്പിസോഡ്സ് ഉണ്ടെങ്കിലും ആദ്യം തന്നെ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണേ. അപ്പോൾ ഈ സഞ്ജന ദീപുവിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ ഇൻസോംനിയുള്ള, സ്ലീപ്പ് ഡിസോർഡറുള്ള, അതുപോലെ തന്നെ ഹാലൂസിനേഷനുള്ള, ബാഡ് ഡ്രീംസ് കാണുന്ന, ഓവർ തിങ്കിങ് ഉള്ള, അങ്ങനെ പലതരം പേഴ്സണാലിറ്റി ഡിസോർഡറും സൈക്കോളജിക്കൽ ഇംബാലൻസ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം തുടക്കത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല വെദർ ഇറ്റ്സ് എ ഡ്രീം ഓർ റിയാലിറ്റി ഉള്ളത്. സൈക്കോളജിക്കൽ ത്രില്ലറിന് വേണ്ട മെയിൻ സാധനം അതാണല്ലോ. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് സെക്കൻഡ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും വി നോ ഇറ്റ്സ് എ ഡ്രീം. അപ്പോൾ അതിൻ്റെ ഒരു വൗ ഫാക്ടർ പോയി. ഫസ്റ്റ് ഇതിൻ്റെ ബിഗിനിങ് തന്നെ എന്താണ് കാണുമ്പോഴിതൊരു ഒരു ഹൂ ഡൺ ഇറ്റ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലിങ്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല പരിപാടി. ഇത് വേറെ പരിപാടി അവർ പിടിച്ചിരിക്കുന്നത്. ഈ സഞ്ജന ദീപുവിൻ്റെ ക്യാരക്ടർ കൂടെ ആണ് മൊത്തം പോകുന്നത്. അവരുടെ തോട്ട് പ്രോസസ്സിലൂടെയാണ് ഈ സീരീസിൻ്റെ സ്റ്റോറിയും ഇതിൻ്റെ പ്ലോട്ടും ഇതിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി. അത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഭയങ്കര ഉദ്വേഗജനകമാണ്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഭയങ്കര ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന, ഈ ക്യാരക്ടേഴ്സിനുള്ള ആങ്സൈറ്റി പോലെ തന്നെ നമുക്കും ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ സെക്കൻഡ് എപ്പിസോഡായപ്പോൾ ഇത് വലിയാൻ തുടങ്ങി. അതായത് സംഭവം ഇത് തന്നെ, ഈ കോൺഫ്ലിക്റ്റും ആർഗ്യുമെൻസും അതിൻ്റെ പരിപാടിയൊക്കെ, അത് ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റഡ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തേർഡിൽ ആയപ്പോൾ ഇത് അങ്ങ് വരിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ സഞ്ജന ദീപുവിൻ്റെ ക്യാരക്ടറിനെ വെറുപ്പിച്ചില്ലെന്ന് പറയാൻ വിചാരിച്ചു ഒരു ഘട്ടത്തിയപ്പോഴും.
എടാ ഒരേ ഇത് തന്നെ ഇങ്ങനെ ഉറക്കത്തെ ഞെട്ടുക വീണ്ടും ഇതാക്കുക വീണ്ടും ഞെട്ടുക വീണ്ടും. പക്ഷെ ഒരു ഫോർത്ത് എപ്പിസോഡ് ആയപ്പോഴത്തേക്കും കഥ മാറി, കളി മാറി. പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി, ഇതിൻ്റെ ക്യൂരിയോസിറ്റി കൂടി, ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത് കൂടി കൂടി വന്ന്, പ്ലോട്ട് കുറച്ചും കൂടി വലുതായി. കാരണം ഇതിൽ കൂടുതലും ഇൻറ്റീരിയർ സീൻസാണ്. കാരണം ഇതൊരു വീടാണ്, ഞാൻ പറഞ്ഞില്ല, ഹിൽ സ്റ്റേഷൻ, അവിടുത്തെ ഒരു കാലാവസ്ഥ, അവിടുത്തെ നിഗൂഢത, അത് തന്നെ നമുക്ക് ഉണ്ടാകുന്ന സാധനം. ഇത് രാത്രി കാണുന്നത് കേട്ടോ നല്ലത്. ഇത് പകൽ കണ്ടാൽ ഫീൽ കിട്ടില്ല, രാത്രി ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് കാണാം. എന്ന് കഴിഞ്ഞാൽ നല്ല മൂടാണ്. അത് കഴിയുന്നതും വലിയ സ്ക്രീനിൽ തന്നെ കാണാം, ടി വിയിൽ. പിന്നെ നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള സൗണ്ടിങ് ആണ്, ടെക്നിക്കലി കിട്ടുക. അതായത് ജീത്തു സ്കൂളിൽ നിന്ന് വന്നാണെങ്കിൽ ജീത്തുവിൻ്റെ കൈൻഡ് ഓഫ് മേക്കിംഗ് അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതായത് ഇതിൻ്റെ കളറിങ്ങും ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിങ് പരിപാടികൾ, അതായത് ചെറിയ സ്പേസിനകത്ത് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു മൂഡുണ്ടല്ലോ. പലപ്പോഴും ഈ ഭയങ്കര ജംസ്കെയർ സീൻസ് ഉണ്ട് എന്നുള്ളതല്ല, പക്ഷെ നമ്മളെങ്ങനെ ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട് കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഫോർത്ത് ഒക്കെ കഴിഞ്ഞ് ഫിഫ്ത്ത് സിക്സ്ത് ക്ലൈമാക്സിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അതാണ് നമ്മളൊരു എന്ത് സിനിമയായി കഴിഞ്ഞാലും സീരീസ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ നമ്മൾ കണ്ട് അവസാനിപ്പിക്കുമ്പോൾ അതങ്ങനെയല്ലേ നമുക്ക് എല്ലാ കാര്യവും. ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചാലും എന്തായി കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയാണോ അത് അവസാനിക്കുന്നത് അതാണ് ലിങ്കർ ചെയ്യുക, അതാണ് നമ്മളെ കൂടെ പോരുക. അല്ല എവിടെ തുടങ്ങി എന്തൊക്കെ സംഭവിച്ചൊന്നുമല്ല, ഹൗ ഡിറ്റ് ആൻഡ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല സിനിമകളും ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയൊക്കെ എന്ത് കൊഞ്ഞാട്ടേ കഴിഞ്ഞാൽ ഗംഭീര ക്ലൈമാക്സ് ആണെങ്കിൽ പിന്നെ ആൾക്കാർ അതൊന്നും ഓർക്കൂല. ആ ക്ലൈമാക്സും കൊണ്ടാണ് വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മളെ മൈൻഡിൽ സേവ് ആവാതാണ്. അപ്പം അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് സെക്കൻഡ് തേർഡ് ആയപ്പോഴേക്കും ഇത് വെറുപ്പിക്കുമെന്ന് പറയാൻ തോന്നിപ്പോയ ഞാൻ ക്ലൈമാക്സ് ലാസ്റ്റ് എപ്പിസോഡ് കണ്ട് ക്ലൈമാക്സും കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ അടിപൊളി സാധനം എന്നുള്ള സംഭവം ഇർക്ക് എന്നുള്ള സാധനം വന്നു. അതിൽ വിനായകൻ്റെ റൈറ്റിംഗ് അതിന് വലിയ ഘടകമാണ്. പിന്നെ ഈ സുമേഷ് നന്ദകുമാർ കിടിലം മേക്കർ, അതായത് ഈ ഒരു ചെറിയൊരു സിനാരയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇത്രയും ഒരു 4.5 മണിക്കൂറിലൊരു സാധനം പുള്ളി എടുത്തു വെച്ചല്ലോ. സോ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇത് സിനിമയായിട്ട് എടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് ഇത് പാസ്സായി പോയേനെ. ജീത്തു ജോസഫ് ലാസ്റ്റ് എടുത്ത 2 സിനിമകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഒരു അടിപൊളി സാധനം. അത് ഫ്രഷ്നെസ്, നമ്മൾ ഇങ്ങനത്തെ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് നമ്മൾ അന്യഭാഷയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, ഹോളിവുഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മലയാളത്തിൽ കുറച്ചായിട്ട് ഇങ്ങനെയുള്ള സാധനം അധികം വന്നിട്ടില്ല. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ നന്നായിന്. തിയേറ്ററിൽ കാണുന്ന സമയം ഇത്രയും ഡ്യൂറേഷൻ ആവശ്യമില്ലല്ലോ, 2.5 മണിക്കൂർ പരിപാടി തീർക്കാം. അങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന സാധനമായിരുന്നു. കാസ്റ്റിങ്ങും ഇതിലാരും അഭിനയിച്ച മോശമായെന്നുള്ളതല്ലേ, സ്റ്റാർ കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പടം വൻ ഇതായാണ്. പക്ഷേ ഓരോന്നും അതിൻ്റെ ഇതുണ്ടല്ലോ. DOP PM ഉണ്ണികൃഷ്ണനാണ്, റിയാസ് കെ ബദറാണ് എഡിറ്റർ. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടെ. കാരണം അവരുടെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ത്രൂ ഔട്ട് മനസ്സിലാവും, അവർ കൊടുത്തുള്ള ഇൻപുട്ട്. പിന്നെ വിഷ്ണു ശ്യാമാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. പൊളി സാധനം. അതായത് ഓവർ സിനിമാറ്റിക് പോലെ ചെയ്ത് ഓവർ ഡൂയിങ് ആക്കി നമ്മളെ അരോചകപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ കൊടുക്കേണ്ട സ്ഥലത്ത് നല്ല സാധനം തന്നെ കൊടുത്തിട്ടുണ്ട്. ചില സോങ്സൊക്കെ നല്ല രസമുണ്ട്. ലാസ്റ്റിലൊരു ബീറ്റുള്ള സാധനം, കറക്റ്റ് റൊമാൻറ്റിഫിക്കേഷൻ സാധനം. നമുക്ക് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഹക്കീം ഷാക്കി കൊടുത്തൊരു സാധനമുണ്ട്. സൗണ്ടിങ് പരിപാടിയും ചെയ്തിരിക്കുന്ന ഫസലെ ബക്കറും പിന്നെ സൗണ്ട് സ്കേപ്പും അവരെ കൂടി ചേർന്നിട്ടാണ്. കിട്ടുന്ന സൗണ്ടായിരുന്നു. 5.1 നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിൽ തന്നെ കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ബിജു പ്രഭകാറാണ് കളറിങ് ചെയ്തിരിക്കുന്നത്. നല്ല ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം. പിന്നെ സിജി നോബൽ തോമസ് ആണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. പറയാൻ കാരണം സഞ്ജനയുടെ കോസ്റ്റ്യൂംസ് നല്ല രസമുണ്ടായിരുന്നു. ഓരോ സീൻസിൽ അവർ മാറി വരും ഇടുന്ന കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അവർക്ക് നന്നായി ചേരുന്നുണ്ട്, ആ ക്യാരക്ടർ ചേരുന്നുണ്ട്. അതേസമയം ഭയങ്കര പ്ലീസിങ്ങുമാണ്. അരൂപ് ശിവദാസ് അവരൊക്കെ എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, ഒരു ശല്യമില്ലാത്തൊരു കുട്ടി, എവിടെ ഇട്ടിട്ട് പോവാം. അങ്ങനത്തെ കുട്ടികൾ അങ്ങനെ കാണാൻ പാടാം, പാരൻസിന് ഇട്ടിട്ടങ്ങ് പോവാം. ലാസ്റ്റ് മാത്രം അങ്ങനെ കരയുന്നത്. അപ്പോൾ അത് ഒരു കൊച്ചുകുട്ടി. പിന്നെ 1-2 ചൈൽഡ് ആർട്ടിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും മലയാളത്തിൽ ക്വാളിറ്റി വെബ് സീരീസ് ഇറങ്ങുന്നത് വളരെ കുറവാണല്ലോ. വെബ് സീരീസ് ഇറങ്ങുന്നത് തന്നെ കുറവാണ്. അപ്പോൾ അതിൽ എസ്പെഷ്യലി ഈ ക്രൈം ഇതിൽ വരുന്ന കേരള ക്രൈം ഫയൽസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഇത് ഒരു സീക്രട്ട് സ്റ്റോറീസ് ഇതിലാദ്യത്തെ സംഭവം കൊള്ളാം, പരിപാടി കൊള്ളാം. വെയിറ്റിംഗ് ഫോർ മൂവ്.